Hi guys, welcome back to my channel. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് എന്താ പറയുക, ഞാൻ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടയിൽ കുറവായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബിരിയാണി ട്രൈ ചെയ്യാൻ, അതായത് ഞാൻ ബിരിയാണി ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ട്രൈ ചെയ്യുന്നൊരു വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കുറേ കാലം കഴിഞ്ഞാൽ ഇതൊരു മെമ്മറീസ് ആയിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ, ലാസ്റ്റിലേക്ക് ഒരു കോമഡി ഉണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റിന് കഴിക്കിയതിൻ്റെ ശേഷം പിന്നെ ആ ഒരു വേരുള്ള സംഭവം കണ്ടില്ലേ, എന്തായാലും നമ്മുടെ ചപ്പല്ലേ, അത് ഞാൻ എന്ത് ചെയ്തു, കൊണ്ടേ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കൊണ്ടേ കുഴിച്ചിട്ടും ചെയ്തതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഉണ്ടമുളകാണ് കിട്ടിയത്, അത് 2-3 മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ഞാൻ എടുത്ത് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ അരിഞ്ഞ് ഒരു സൈഡിലേക്ക് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളി നേരത്തെ അരിഞ്ഞ് വെച്ചത് അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തത്. കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടിയിലാണ് സാധാരണ അമ്മാക്കൽ, ഞാൻ കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുക്കറിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒക്കെ മൊത്തത്തിൽ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കരിവേപ്പില, ചപ്പ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കട്ട് ചെയ്തിടാണ്. ഒക്കെ അങ്ങനെ തന്നെ കട്ട് ചെയ്തിടാണ്. കട്ടിങ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്, ഞാനൊക്കെ വലിയ ആളായിപ്പോയി. അങ്ങനെ ഒക്കെ ഞാൻ മൊത്തത്തിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്, ഞാൻ കൂടുതൽ പറയണില്ല, ഞാൻ ഉണ്ടാക്കുന്ന ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ ഗൈസ്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനിങ്ങനെ വലിയ സംഭവമായിട്ട് പറയാണ്. പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയിൽ കുറവാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, നല്ലോണം ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ നല്ലോണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടിച്ചൊന്നുമില്ല, ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആകെ കുറച്ചുള്ളൂ, പിന്നെ ചെറിയ ചെറിയ പീസാണ്, ബിരിയാണിയിൽ ഉള്ള പീസല്ല, എന്താ ജസ്റ്റ് ഇങ്ങനെ വലിയ കൊത്തി വരുന്ന പീസായിപ്പോയി. എന്നാലും ഞാൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിക്കനും അവിടേക്ക് മാറ്റി വെച്ചു, കുറച്ച് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ തൈരും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതവിടെ ഉണ്ടായിരുന്നു, അത് പിന്നെ ലാസ്റ്റിലേക്കാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ലെമൺ ജ്യൂസ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ചു, കുറച്ച് മതി എന്ന് പറഞ്ഞു. എന്നാലും ലാസ്റ്റിലേക്ക് തക്കാളി കുറച്ചും കൂടി തൈര് കുറച്ചും കൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു ഗൈസ്, പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ഇപ്പോൾ പറയുക ഗൈസ്, അപ്പം പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകിൻ്റെ പേസ്റ്റ് കൈ കൊണ്ടിട്ടപ്പോൾ നല്ല കൊച്ചിലുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇളക്കി ജസ്റ്റ് ആക്കി കൊടുക്കുന്ന സമയത്താണ് ഉമ്മ പറഞ്ഞത് നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തത്തെ കുറച്ച് വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ട്രൈപോഡും പൊക്കി എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ പുറത്തത്തെ വ്യൂ ആണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മങ്കുയി എന്ന് പറയുമ്പോൾ പാടുന്ന പറയും. എന്താ അടിപൊളിയാണ്, മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആ സൈഡിലൊക്കെ വന്ന് കാണുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടി ഇല്ലേ, ലൈക്ക് എന്താ പറയുക അലുമിനിയത്തിൻ്റെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പം അഭിപ്രായം കൂടി നോക്കിയാലോ. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി ഒന്നും പറയില്ല, ടോപ്പാണ്. ഞാൻ ഉണ്ടാക്കി ബിരിയാണി ഇട്ടത് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയാണ് അതിൻ്റെ ടേസ്റ്റ്. ഫസ്റ്റ് ടൈം ബിരിയാണി നല്ല ബന്ധം ചെയ്തു, ഇറച്ചിയൊക്കെ നല്ല സ്മൂത്താണ്.